തീർച്ചയായും ഈ ഒരു മഹാറാലിയുടെ മുന്നോടിയായി കഴിഞ്ഞ 6 മാസക്കാലമായി ശാഖാതലം മുതൽ ജില്ലാതലം വരെയുള്ള ഒരുപാട് പ്രചരണ പരിപാടികൾ അത് വിവിധ കേന്ദ്രങ്ങളിൽ യുവോത്സവമായിട്ടുണ്ടായിരുന്നു, യൂത്ത് മീറ്റായിട്ടുണ്ടായിരുന്നു, അതുപോലെ പ്രതിഭാസംഗമമായിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ജില്ലകളിലും വടക്കൻ ജില്ലകളിലൊക്കെ പദയാത്രയായി ഒരുപാട് നമ്മുടെ നേതാക്കൾ കുട്ടികളൊക്കെ സഞ്ചരിച്ചു. അതുപോലെ തെക്കൻ ജില്ലകളിൽ വാഹനജാഥയായി കേരളത്തിനെ മുഴുവനും നമ്മൾ ഉയർത്തിപ്പിടിച്ച ഈ ഒരു മുദ്രാവാക്യം അത് പ്രചരിപ്പിക്കാൻ നമ്മളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. വിദ്വേഷത്തിനും ദുർഭരണത്തിനെതിരെയുള്ള ഒരു ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായി നാളെ കടപ്പുറത്ത് ഒരു ചരിത്ര സംഗമം ഇവിടെ സാക്ഷിയാവും. തീർച്ചയായും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും അകന്ന് രാഷ്ട്രീയം വർഗീയതയായി മാറിക്കൊണ്ട് രാഷ്ട്രീയത്തിന് പകരം മതവും അതുപോലെ രാജ്യഭക്തിയും അതുപോലെ വിശ്വാസവും ഇതൊക്കെ അധികാരത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഡെമോക്രസി അത് തകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജുഡീഷ്യറി, അതുപോലെ മീഡിയ ഇതിനൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ അപകടം നിറഞ്ഞ കാലഘട്ടത്തിൽ ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ നമുക്ക് ചിലത് പറയാനുണ്ട്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തി എന്നോണം ഇവിടെ ഒരു വലിയ റാലി ഇവിടെ നാളെ സംഗമിക്കുമ്പോൾ കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ദുർഭരണത്തിനെതിരെയുള്ള വിദ്വേഷം വിതച്ചുകൊണ്ട് കേന്ദ്രം മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ ജനദ്രോഹപരമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ടതും വിമർശിക്കേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന നിലക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂല്യങ്ങൾ നമ്മളൊക്കെ ആരോഗ്യപരമായ രാഷ്ട്രീയമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇവിടെ അനാരോഗ്യപരമായ രാഷ്ട്രീയം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ അക്രമവും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗീയതയും വെറുപ്പും വിദ്വേഷമൊക്കെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വീണ്ടും ഇവിടെ ഏറെ ആശങ്കയോട് കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും. അപ്പോൾ അവിടെ ഒരു മതേതര മുന്നണിക്ക് വീണ്ടും ഒരു വലിയ പ്രതീക്ഷയോട് കൂടി ആളുകൾ കാണുമ്പോൾ അതിനെ കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പ് കൂടിയാണ് ഈ മഹാറാലി. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ. ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ ക്യാമ്പയിന് തുടക്കമായി ഇത് തീർച്ചയായും മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഇത് കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇത് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നേ ഉള്ളൂ. എങ്കിലും നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തമുണ്ട്. ഗ്രാസ് റൂട്ടിൽ നമ്മളിപ്പോഴേ തന്നെ പറഞ്ഞ് ഇതിൻ്റെ പ്രചരണം നടത്തേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനമാകുന്നില്ല. ഇത് തീർച്ചയായും ഈ ഒരു മഹാറാലിയുടെ കൂടി അവസാനിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനെ മതേതര കക്ഷിയെയും മതേതര മനസ്സുകളെയും ഒന്നിപ്പിച്ച് നിർത്താനും അതിലേക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ആ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും നമ്മുടെ ഭാഗത്തുണ്ടാവുക. തീർച്ചയായും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഈ സമയത്തും എല്ലാ മണ്ഡലങ്ങളിലുമൊക്കെ മുസ്ലിം ലീഗ് യൂത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തൊക്കെ തന്നെയും നമ്മുടെ പ്രവർത്തകർ കർമ്മനിരതരായി ഉണ്ടാവും. നേരത്തെ വാർത്താസമ്മേളനം പറഞ്ഞത് ഈ ED ഭയന്നിട്ടാണ് രാമക്ഷേത്രം വിഷയത്തിൽ മുസ്ലിം ലീഗൊന്നും പ്രതികരിക്കാത്തെന്നുള്ള ആരോപണം. അല്ല, മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം നേരത്തെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിന് നമ്മളെതിരല്ല. പക്ഷേ നമ്മൾ അത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നതാണ് സാദിഖ് ശിഹാബ് തങ്ങളും നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് നമ്മുടെ നിലപാടും.